നമസ്കാരം. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആലപ്പുഴ മാന്നാർ തിരോധാനത്തിന്റെ ചുരുളഴിച്ച് പോലീസ്. 15 വർഷം മുൻപ് കാണാതായ കല കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഇസ്രയേലിലുള്ള ഭർത്താവ് അനിൽകുമാറിനെ സംശയമുണ്ടെന്ന് ആലപ്പുഴ SP. അന്വേഷണത്തിന് പ്രത്യേക സംഘം. 5 പേർ കസ്റ്റഡിയിൽ. അറസ്റ്റുടൻ രേഖപ്പെടുത്തും. സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി. CPI നേതാവിന്റെ ഭീഷണി അവഗണിച്ച് കയ്യേറ്റമൊഴിപ്പിച്ചവരെ സ്ഥലം മാറ്റിയ നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. ഇടുക്കി ജില്ലാ കളക്ടറുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് അമിക്കസ് ക്യൂറി. സ്ഥലം മാറ്റിയത് കയ്യേറ്റമൊഴിപ്പിക്കൽ ജോലിക്ക് നിയോഗിച്ച ഭൂസംരക്ഷണ സേനാ ഉദ്യോഗസ്ഥരെ. പള്ളിവാസൽ റിസോർട്ടിന് NOC വേണ്ടെന്ന ഡെപ്യൂട്ടി കളക്ടറുടെ നിലപാട് തള്ളി കോടതി. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി. ഹിന്ദുവിന്റെ സഹനത്തെ അപമാനിച്ച കോൺഗ്രസിന് ചരിത്രം മാപ്പ് തരില്ലെന്ന് നരേന്ദ്രമോദി. പ്രീണന രാഷ്ട്രീയം രാജ്യത്തിന് വിനയായെന്നും കുറ്റപ്പെടുത്തൽ. മോദിയുടെ പ്രസംഗം അവസാനിക്കും വരെ പ്രതിപക്ഷ ബഹളം. ലോക്സഭയിലെ പരാമർശങ്ങളിൽ ഉറച്ച് രാഹുൽ ഗാന്ധി. പ്രസംഗഭാഗം നീക്കിയതിൽ പ്രതിഷേധിച്ച് സ്പീക്കർക്ക് കത്ത്. കേരളത്തിൽ നിന്നുള്ള പുതിയ അംഗങ്ങൾ രാജ്യസഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി, CPI നേതാവ് PP സുനീർ, മുസ്ലിം ലീഗ് പ്രതിനിധി ഹാരിസ് ബീരാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെതിരെ വീണ്ടും SFI. 2 കാലിൽ കോളേജിൽ കയറില്ലെന്ന് ഭീഷണി. പ്രിൻസിപ്പലിനെയും സ്റ്റാഫ് സെക്രട്ടറിയെയും പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്നും പ്രഖ്യാപനം. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ഡോക്ടർ സുനിൽ ഭാസ്കർ 24-നോട് കോളേജിലേക്ക് SFI മാർച്ച്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ വൻ ദുരന്തം. ആധ്യാത്മിക പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 100 കടന്നു. ദുരന്തമുണ്ടായത് ബോലെ ബാബയുടെ സത്സംഗം പരിപാടിക്കിടെ. മരിച്ചവരിൽ ഏറെയും സ്ത്രീകൾ. 150-ലധികം പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരം. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി. റിയാദ് ക്രിമിനൽ കോടതിയുടേതാണ് നിർണായക ഉത്തരവ്. നടപടികൾ വേഗത്തിലായതോടെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉടനുണ്ടാകും. വാർത്തയറിഞ്ഞതിന് പിന്നാലെ അബ്ദുൾ റഹീമിന്റെ മാതാവ് ഫാത്തിമ 24-നോട് സന്തോഷം പങ്കുവച്ചു. പകർച്ചവ്യാധികൾ തടയുന്നതിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയം എന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. മഴക്കാലപൂർവ്വ ശുചീകരണം ഏറ്റവും മോശമായ വർഷമെന്ന് VD സതീശൻ. ഗുരുതരമായ സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി. അടിയന്തര പ്രമേയം അനുവദിക്കാതെ സ്പീക്കർ. സംസ്ഥാനത്ത് പ്രതിദിനം പനി ബാധിക്കുന്നവരുടെ എണ്ണം 10,000-ലധികം. മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നതോടെ മലപ്പുറം ജില്ലയിൽ ആശങ്ക. മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. 6 കോടി രൂപ നൽകിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്ന് തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെക്കാൾ കുറവ് വോട്ട് കിട്ടിയവർ ജയിച്ചെന്ന പ്രഖ്യാപനം ജനാധിപത്യ വിരുദ്ധമെന്ന് രമേശ് പിഷാരടി 24-നോട്. വോട്ട് കിട്ടി ജയിച്ചവർ വനിതാ സംവരണത്തിനായി മാറി നിൽക്കേണ്ടി വരുന്നത് ജനഹിതം റദ്ദ് ചെയ്യുന്നതിന് തുല്യമാണെന്നും രമേശ് പിഷാരടി. AKG സെന്റർ ആക്രമണ കേസിൽ 2ാം പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് പിടിയിൽ. തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ പിടിയിലായി. വിദേശത്തായിരുന്ന സുഹൈൽ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. സുഹൈലിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച ഹർജികൾ ഈ മാസം 8-ന് സുപ്രീം കോടതി പരിഗണിക്കും. ഇതുവരെ തീർപ്പ് കൽപ്പിക്കാത്ത ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പരിഗണിക്കുക. നീറ്റ് UG പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിശോധിക്കാമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പരീക്ഷ എഴുതിയ തന്റെ OMR ഷീറ്റ് മാറ്റി എന്നാരോപിച്ച് വിദ്യാർത്ഥിയാണ് ഹർജി നൽകിയത്. സംസ്ഥാനത്തെ ആശാ വർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം അനുവദിച്ചു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങൾക്കായി 50.49 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. കണ്ണൂർ സർവകലാശാലയിൽ ചോദ്യപേപ്പർ മാറി. 2ാം സെമസ്റ്റർ MSc കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് മാറിയത്. ഇതേ തുടർന്ന് പരീക്ഷ മാറ്റിവെച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് വൈസ് ചാൻസലർ. പത്തനംതിട്ട കൊടുമണ്ണിലെ വിവാദ സ്ഥലം അളന്ന് സർവേ വിഭാഗം. 1 ഇഞ്ച് ഭൂമി പോലും കയ്യേറിയിട്ടില്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ്. മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുറമ്പോക്കുവിൽ അല്ലെന്ന് തെളിഞ്ഞെന്ന് കോൺഗ്രസ്. സ്ഥലത്ത് വീണ്ടും തർക്കം. തിരുവനന്തപുരം വെൺപാലവട്ടം അപകടത്തിൽ സ്കൂട്ടർ ഓടിച്ചത് അമിത വേഗത്തിലും അശ്രദ്ധമായെന്നും പോലീസ് FIR. മരിച്ച സിമിയുടെ ബന്ധുവിന്റെ മൊഴിപ്രകാരം സിനിക്കെതിരെ കേസ്. വായ്പാ ബാധ്യത മറച്ചുവെച്ചുള്ള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭൂമിയിടപാട് നീക്കത്തിൽ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമം. ഇടനിലക്കാരെ ഉപയോഗിച്ച് DGP പരാതിക്കാരുമായി സംസാരിച്ചു.
സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കൾക്ക് നേട്ടം. KSEBക്ക് വിൽക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് റെഗുലേറ്ററി കമ്മീഷൻ വർദ്ധിപ്പിച്ചു. ഇനി യൂണിറ്റിന് ₹3.15 ലഭിക്കും. കോഴിക്കോട് കൊടുവള്ളിയിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. പ്ലസ് ടു വിദ്യാർത്ഥികളുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ 4 പ്ലസ് 1 വിദ്യാർത്ഥികൾ ചികിത്സ തേടി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുംബൈക്കടുത്ത് ബുഷി ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4 വയസ്സുകാരന്റെ മൃതദേഹം ലഭിച്ചത് ഇന്നലെ രാത്രിയോടെ. ഒരു സ്ത്രീയും 4 കുട്ടികളുമാണ് മരിച്ചത്. പത്തനംതിട്ട തിരുവല്ലയിലെ പീഡനക്കേസിൽ ഉൾപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗം CC സജിമോനെതിരെ പോസ്റ്റർ ഒട്ടിച്ച സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. ഏരിയ കമ്മിറ്റി അംഗം വിശാഖിന്റെ നേതൃത്വത്തിലാണ് 3-അംഗ അന്വേഷണ കമ്മീഷൻ. സജിമോനെ CPIMലേക്ക് തിരിച്ചെടുത്തത് വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം നൽകാൻ വൈകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി KSU. വിദ്യാർത്ഥികളുടെ നിസ്സഹായതയെ സർക്കാർ ചൂഷണം ചെയ്യരുത് എന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. തിരുവനന്തപുരം കളിയിക്കാവിളയിലെ ക്വാറി ഉടമ ദീപുവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും അമ്പിളി എന്ന സജികുമാർ എന്നുറപ്പിച്ച് പോലീസ്. പണം തട്ടിയെടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് കണ്ടെത്തൽ. അറസ്റ്റിലായ മറ്റു പ്രതികൾ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ CBIക്ക് നോട്ടീസ്. CBI അറസ്റ്റും വിചാരണ കോടതിയുടെ കസ്റ്റഡി ഉത്തരവും ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി. ഹർജി ഈ മാസം 17-ന് പരിഗണിക്കാമെന്ന് ജസ്റ്റിസ് നീന ബെൻസൽ കൃഷ്ണ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും. കേരള തമിഴ്നാട് തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. എറണാകുളം പെരുമ്പാവൂരിലെ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. അജുവ ബസിന്റെ സർവീസ് നിർത്താൻ നിർദ്ദേശം. ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. നീലഗിരി പന്തല്ലൂർ ഉപ്പട്ടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് സ്ഥലം. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയെ വനത്തിലേക്ക് തുരത്തി. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ഗതാഗതം മുടക്കിയ കപാലി റോഡിൽ നിന്ന് മാറി. രാവിലെ 7 മുതൽ റോഡിന് നടുവിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു കാട്ടാന. ഹിൻഡൻബർഗ് കമ്പനിക്കെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച് സെബി. നോട്ടീസ് അസംബന്ധം എന്ന് പ്രതികരിച്ച് ഹിൻഡൻബർഗ് കമ്പനി. സെബി അദാനിയെ സഹായിക്കാൻ വഴിവിട്ട് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തിരുത്തലിനുറച്ച് CPIM. ബംഗാളും ത്രിപുരയും പാഠമാകണമെന്ന കണ്ണൂർ മേഖലാ യോഗ റിപ്പോർട്ടിംഗിൽ MV ഗോവിന്ദൻ. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നെന്ന് അവലോകന റിപ്പോർട്ടിൽ CPIM. പാർട്ടിക്കുണ്ടായത് വലിയ പരാജയമെന്ന് മന്ത്രി KN ബാലഗോപാൽ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച തിരുവനന്തപുരം DC അംഗം കരമന ഹരി CPIM വിട്ടേക്കും. കനത്ത മഴ തുടരുന്ന ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിൽ പ്രളയ സമാന സാഹചര്യം. 30 ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ദേശീയപാതകൾ അടച്ചു. NDRFന്റെ 10 ടീമുകളെ മേഖലയിൽ വിന്യസിച്ചു. ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് പുതിയ നേതൃത്വം. പ്രസിഡന്റായി SN രഘുചന്ദ്രൻ നായരെയും സെക്രട്ടറിയായി എബ്രഹാം തോമസ് എന്ന ജോജിയെയും തെരഞ്ഞെടുത്തു. MR രഞ്ജിത്ത് കാർത്തികൻ ട്രഷററും ഡോക്ടർ B ഗോവിന്ദൻ വൈസ് പ്രസിഡന്റുമാണ്. മാധ്യമങ്ങളും പോലീസും സ്വയം വിമർശനത്തിന് വിധേയരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ K ബൈജുനാഥ്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി 34-ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് മാധ്യമങ്ങളും പോലീസും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് പ്രിൻസ് എബ്രഹാം, പ്രൊഫസർ ഹമീദ് ചന്ദമംഗലൂർ, 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, KPOA ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം പുത്തൻകുരിശ് സെന്റ് തോമസ് കോളേജിൽ ബിരുദ ഓണേഴ്സ് വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ കോളേജ് തല ഉദ്ഘാടനം തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CR പ്രകാശ് നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ MA റിജി അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി സ്വരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും വെള്ളാവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായി അമൃതം ഹെൽത്തി ഫുഡ് എക്സ്പോ നടത്തി. മണിമല പടിയറ പബ്ലിക് സ്കൂളിൽ നടന്ന ഫുഡ് എക്സ്പോ കേരള മുൻ DGP ഋഷാദ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. സ്വരുമ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറി സക്കറിയ ഞാവള്ളിൽ, വെള്ളാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TS ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് വടകര ലോകനാർക്കാവ് വലിയ ചിറയിൽ നീന്താനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. മേമുണ്ട സ്വദേശി അഭിനവ് കൃഷ്ണയാണ് മരിച്ചത്. പാലാ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ പിന്നിൽ ബസ് ഇടിച്ച അപകടം. പാലാ മാർക്കറ്റ് കോംപ്ലക്സിന് മുൻപിൽ വെച്ചായിരുന്നു അപകടം. പാലാ രാമപുരം റൂട്ടിൽ ഓടുന്ന ദേവമാതാ ബസ്സാണ് ചെയർമാന്റെ വാഹനത്തിന് പിന്നിൽ ഇടിച്ചത്. ചെയർമാൻ ഷാജു തുരുത്തിനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊലപ്പെടുത്തി. ഒഡീഷ സ്വദേശി ആകാശ് ദിഗലാണ് മരിച്ചത്. പ്രതി അഞ്ജൻ നായിക്കിനായി പോലീസ് അന്വേഷണം തുടങ്ങി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MR സജേഷ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്ത്യ വിഷൻ, കൈരളി, ന്യൂസ് 18, ആകാശവാണി എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഷൈമിയാണ് ഭാര്യ. മകൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ശങ്കരി. തൃശൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി പള്ളിക്ക് സമീപം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലം ഓച്ചിറയിൽ സ്കൂൾ ബസ് വൈദ്യുതി തൂണിൽ ഇടിച്ച അപകടം. പ്രയാർ RVSM ഹയർ സെക്കൻഡറി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ഉടൻ തന്നെ ഫ്യൂസൂരി മാറ്റിയതിനാൽ വൻ അപകടം ഒഴിവായി. പത്തനംതിട്ട കോന്നി പൈനാമൺ പോസ്റ്റ് ഓഫീസ് പടിക്ക് സമീപം ടിപ്പർ ലോറി മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്കില്ല. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് 1.5 ലക്ഷം രൂപയുടെ ലഹരി വസ്തുക്കൾ പിടികൂടി. ബാലരാമപുരം മാർക്കറ്റിൽ നിന്നാണ് എക്സൈസ് സംഘം 25 കിലോ ലഹരി വസ്തുക്കൾ പിടികൂടിയത്. പാലക്കാട് തൃത്താലയിൽ 10ാം ക്ലാസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. നാഗലശ്ശേരി സ്വദേശി ഷിഹാബാണ് പിടിയിലായത്. പ്രധാന അറിയിപ്പുകൾ. ആലപ്പുഴ വഴിയുള്ള ചില ട്രെയിനുകൾ നാളെ മുതൽ വഴിതിരിച്ചുവിടും. അമ്പലപ്പുഴ ഭാഗത്തെ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് നിയന്ത്രണം. മാവേലി എക്സ്പ്രസ് വൈകിയോടും. പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 6-ന് ചേരും. രാവിലെ 11-ന് നഗരസഭാ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. ഓൾ പാലക്കാട് ഡിസ്ട്രിക്ട് ചെസ് അസോസിയേഷൻ നടത്തുന്ന ജില്ലാ സബ് ജൂനിയർ ചെസ് മത്സരം ഈ മാസം 7-ന് വാണിയംകുളം PK ദാസ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന മത്സരത്തിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ദേശീയ വാർത്തകൾ. നടൻ സൽമാൻ ഖാനെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നവി മുംബൈ പോലീസ് കുറ്റപത്രം നൽകി. അറസ്റ്റിലായ ലോറൻസ് ബിഷ്ണോയ് സംഘത്തിലെ 5 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. AK-47 അടക്കമുള്ള ആയുധങ്ങൾ എത്തിച്ച് കൊലപാതകത്തിന് ശ്രമിച്ചു എന്നാണ് കേസ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 6 ലക്ഷത്തിലധികം ആളുകളെ സാരമായി ബാധിച്ചെന്ന് റിപ്പോർട്ടുകൾ. മഴക്കെടുതിയിൽ മരണം 45ആയി. യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ച് വിവാഹത്തിൽ നിന്ന് പിന്മാറി യുവതി. ബീഹാറിലെ സരനിലാണ് സംഭവം. 2 വർഷത്തെ ബന്ധത്തിന് ശേഷം വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതാണ് പ്രകോപനം. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ആളപായമില്ല. ആന്ധ്രാപ്രദേശിൽ NTR ഭരോസ പെൻഷൻ പദ്ധതി മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പ്രതിമാസം 3000 രൂപയിൽ നിന്ന് 4000 രൂപയായി വർദ്ധിപ്പിച്ചു. രാജ്യം കടന്നുപോയത് കൊടും ചൂടിലൂടെയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അനുഭവപ്പെട്ടത് 536 ഉഷ്ണതരംഗങ്ങൾ. സൂര്യാഘാതമേറ്റത് 40,000-ലേറെ പേർക്ക്. 14 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. ഇനി രാജ്യാന്തര വാർത്തകൾ. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി US സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഔദ്യോഗിക അധികാരം ഉപയോഗിച്ച് നടത്തിയ പ്രവർത്തികൾക്ക് മുൻ പ്രസിഡന്റുമാർക്ക് നിയമ പരിരക്ഷയുണ്ടെന്ന് കോടതി. ബ്രിട്ടീഷ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യാഴാഴ്ച നടക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി ഋഷി സുനകും ഭാര്യ അക്ഷതാ മൂർത്തിയും. 14 വർഷത്തെ കൺസർവേറ്റീവുകളുടെ ഭരണത്തിന് അവസാനമാകുമെന്ന സർവേ ഫലം. ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിൽ ഇസ്രയേൽ ആക്രമണം. അൽ ഷിഫ ആശുപത്രിയുടെ മേധാവിയെ വിട്ടയച്ച് ഇസ്രയേൽ. സൈനിക സേവനം നിർബന്ധമാക്കിയതിനെ തുടർന്ന് തെരുവിൽ പ്രതിഷേധിച്ച് ജൂതർ. ഫ്രാൻസിസ് മാർപ്പാപ്പ അടുത്ത വർഷം തുർക്കി സന്ദർശിക്കും. തുർക്കിയിൽ നടക്കുന്ന നിഖ്യാ സുനഗദോസിന്റെ 1700ാമത് വാർഷികത്തിൽ പങ്കെടുത്തേക്കും. കിഴക്കൻ യുക്രൈനിലെ 2 ഗ്രാമങ്ങൾ കൂടി റഷ്യൻ സൈന്യം പിടിച്ചെടുത്തു. ഡൊണറ്റ്സ് മേഖലയിലെ നോവോപോ ക്രോസ്കെ ഗ്രാമവും ഖാർകിവ് മേഖലയിലെ സെപ്പോവ നോവോ സിലിസ്ക ഗ്രാമവുമാണ് പിടിച്ചെടുത്തത്. മഴക്കെടുതിയിൽ വലഞ്ഞ് ഇറ്റലി. ആൽപൈൻ ഓസ്റ്റാവാലി മേഖലയിൽ വെള്ളപ്പൊക്കവും വ്യാപക മണ്ണിടിച്ചിലും. ഓസ്റ്റാ താഴ്വരയിലെയും പീഡ്മോണ്ടിലെയും ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു. ജർമ്മൻ എയർലൈൻസായ ലുഫ്താൻസ ബെയ്റൂട്ടിലേക്കുള്ള രാത്രികാല വിമാന സർവീസ് നിർത്തിവെച്ചു. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് ഈ മാസം 31 വരെ സർവീസുകൾ നിർത്തിയത്. US-ലെ സിയാറ്റിലിൽ വെടിവെപ്പ്. 1 മരണം. വെടിവെപ്പുണ്ടായത് ക്യാപിറ്റോൾ ഹിൽ പരിസരത്ത്. സുഡാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. അർദ്ധസൈനിക വിഭാഗം നടത്തിയ വ്യോമാക്രമണത്തിൽ 9 കുട്ടികൾ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരുക്ക്.
കിർഗിസ്ഥാനിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 13 പ്രദേശത്ത് അടിയന്തരാവസ്ഥ. മരിച്ചവരിൽ 4 പേർ കസാഖിസ്ഥാൻ പൗരന്മാർ. ഗ്രീസിലെ സെറിഫോസ് ദ്വീപിൽ കാട്ടുതീ പടരുന്നു. മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ശക്തമായ കാറ്റ് തീ പടരാൻ കാരണമാകുന്നുവെന്ന് അധികൃതർ. ന്യൂസിലേക്ക് തിരികെ ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയും കൂടി. ഒരു പവന് 53,080 രൂപയും ഗ്രാമിന് 6,635 രൂപയും. വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കേസിൽ വിജയമല്യയ്ക്ക് CBI കോടതിയിൽ നിന്ന് പുതിയ വാറന്റ്. ജാമ്യമില്ലാ വാറന്റ്. IOBയിൽ 180 കോടിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയ കേസ് 2007-നും 2012-നും ഇടയിൽ ലഭിച്ച വായ്പ വകമാറ്റിയെന്ന്. തായ്ലൻഡിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ്. നടപ്പ് വർഷത്തെ ആദ്യ 6 മാസങ്ങളിൽ രാജ്യത്തെത്തിയത് 17.5 മില്യൺ സഞ്ചാരികൾ. രേഖപ്പെടുത്തിയത് മുൻവർഷം സമാന പാദത്തെ അപേക്ഷിച്ച് 35% വർധന. ക്രെഡിറ്റ് കാർഡുകൾ വഴിയോ പേടിഎം വഴിയോ ഉള്ള ഇടപാടുകൾക്ക് അധിക നിരക്ക് ഈടാക്കാൻ HDFC ബാങ്ക്. ഈടാക്കുന്നത് 1% അധിക നിരക്ക് അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിലാകും. GST വരുമാനത്തിൽ 7.7% വർധന. ജൂണിൽ ലഭിച്ചത് 1.74 ലക്ഷം കോടി രൂപ. ഏപ്രിൽ ജൂൺ മാസത്തെ മൊത്തം വരുമാനം 5.57 ലക്ഷം കോടി. രാജ്യത്തേക്കുള്ള റഷ്യൻ എണ്ണ ഇറക്കുമതി ഏറ്റവും ഉയർന്ന നിലയിൽ. റഷ്യൻ ക്രൂഡിന്റെ കൂടിയ ലഭ്യതയും കുറഞ്ഞ വിലയും അനുകൂലമായി. ഇന്ത്യൻ റിഫൈനർമാർ ജൂണിൽ ഇറക്കുമതി ചെയ്തത് പ്രതിദിനം 2.13 ദശലക്ഷം ബാരൽ. ജർമ്മനിയും മൊറോക്കോയും തമ്മിൽ ഹൈഡ്രജൻ പുനരുപയോഗ പദ്ധതിയുടെ കരാറിൽ ഒപ്പുവെച്ചു. മൊറോക്കോയിൽ 1 ദശലക്ഷം ഹെക്ടർ ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തു. അധ്യാപക അനധ്യാപക ജീവനക്കാരായ 115 പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് പിൻവലിച്ചു. സ്ഥാപനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർമാൻ രത്തൻ ടാറ്റ. കായിക വാർത്തകൾ. വിംബിൾഡണിൽ നൊവാക് ജോക്കോവിച്ച് ഇന്നിറങ്ങും. അലക്സാണ്ടർ സ്വരേവ്, ആൻജി മുറെ എന്നിവർക്കും മത്സരം. യൂറോ കപ്പിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് നെതർലൻഡ്സ് ഇന്നിറങ്ങും. റുമേനിയ എതിരാളികൾ. യൂറോ കപ്പിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ഇന്ന് തുർക്കി ഓസ്ട്രിയ സൂപ്പർ പോരാട്ടം. 2020 ലോകകപ്പ് വിജയത്തിന് ശേഷം ടീം ഇന്ത്യ നാളെ രാത്രി ഇന്ത്യയിൽ തിരിച്ചെത്തും. ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്നാണ് ടീമിന്റെ ബാർബഡോസിൽ നിന്നുള്ള യാത്ര വൈകിയത്. 2020 പരമ്പരയ്ക്കായി ഇന്ത്യൻ ടീം സിംബാബ്വേയിലേക്ക് തിരിച്ചു. യുവനിരയുമായി ഇറങ്ങുന്ന ടീം ഇന്ത്യയെ പരിശീലിപ്പിക്കുന്നത് ദേശീയ ക്രിക്കറ്റ് അക്കാദമി ഡയറക്ടർ VVS ലക്ഷ്മണാണ്. ലോകകപ്പ് ടീമിലുണ്ടായിരുന്ന സഞ്ജു സാംസൺ ഉടൻ ടീമിനൊപ്പം ചേരും. കോപ്പ അമേരിക്കയിൽ ആതിഥേയരായ അമേരിക്ക ആദ്യ റൗണ്ടിൽ തോറ്റു പുറത്ത്. നിർണായക മത്സരത്തിൽ ഉറുഗ്വേയോട് എതിരില്ലാത്ത 1 ഗോളിന് തോറ്റു. കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. കരീന കപൂർ നായികയാകുന്ന ചിത്രം ദ ബക്കിംഗ്ഹാം മർഡേഴ്സിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഹൽസ്താൽ മേഗ്തയാണ് സംവിധാനം. സെപ്റ്റംബർ 13 ചിത്രം റിലീസ് ചെയ്യും. അഭിനയത്തിന് പുറമെ ആഡംബര ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിന് പേരുകേട്ട നടനാണ് ഷാരൂഖ് ഖാൻ. ഷാരൂഖിന്റെ ലണ്ടനിലെ ആഡംബര വീടിന്റെ വീഡിയോ ഇപ്പോൾ വൈറലാകും. പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷാ യോജനയ്ക്ക് കീഴിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ 8,000 രൂപ ഫീസ് നൽകണമെന്ന് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്രം ഇത്തരത്തിലൊരു ഫീസ് പ്രഖ്യാപിച്ചിട്ടില്ല. രജിസ്റ്റർ ചെയ്യാൻ പണമടയ്ക്കേണ്ടതുമില്ല. നാളത്തെ വാർത്തകൾ. കൊല്ലം പരവൂരിൽ SNVGHS സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം നാളെ സമാപിക്കും. PTA കമ്മിറ്റിയും പരവൂർ ഗ്രന്ഥം പബ്ലിക്കേഷനും ചേർന്ന് നടത്തുന്ന മേളയിൽ 1000-ൽ-അധികം പുസ്തകങ്ങളുണ്ട്. കണ്ണൂർ ധർമ്മശാല KAP 4ാം ബറ്റാലിയൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ തുടങ്ങും. 4ാം ബറ്റാലിയൻ സ്മാർട്ട് ക്ലാസ് റൂമിൽ രാവിലെ 9-ന് പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുറ്റിപ്പുറം കാങ്കക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലമേറ്റെടുപ്പിൽ യോഗം നാളെ നടക്കും. ഈ സ്ലാബിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം 80% പൂർത്തിയാകും. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി നാളെ ഗതാഗത നിയന്ത്രണം. 3 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കൊൽക്കത്തയിലെ എഞ്ചിൻ ഓയിൽ ഫാക്ടറിയിൽ വൻ തീപിടുത്തം. ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കർണാടകയിലെ കോലാപൂരിൽ മുങ്ങിമരണം. അപകടമുണ്ടായത് കലമ്മവാടി അണക്കെട്ടിലെ ദുദ്ഗംഗ നദിയിൽ. മുങ്ങിമരിച്ചത് കുളിക്കാനിറങ്ങിയ 2 പേർ. അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം. 4.3 തീവ്രത രേഖപ്പെടുത്തി. ഇവിടെ ഹണ്ട ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.